കാല് തൊട്ട് വണങ്ങുന്ന സീൻ. ആ സീനുണ്ടോ കയ്യില്? തനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഗുണേഷ് സോബി. അയ്യോ കഷ്ടമുണ്ട് ഇതിനകത്തല്ലത് വന്നു. സുരേഷ് ഗോപിയുടെ കാല് തൊട്ട് വന്നിരിക്കുന്നത്. സുരേഷ് ഗോപി ബസ് യാത്ര ചെയ്തല്ലേ? പോറ്റ് ഉന്നം വഴി. അപ്പോ ഈ ബസ്സില് ഒരു ഈ അടുത്തിടയ്ക്ക് ഒരു വീഡിയോ വരലായിരുന്നല്ലോ. സുരേഷ് ഗോപി ബസ് യാത്ര ചെയ്യുന്നു. കേറി ഇരുന്നേക്കുവാ പരിപാടി. നിന്ന് യാത്ര ചെയ്യണ്ട. അച്ഛനും മോളും കൂടി വൈറലായ സാധനമാണത്. വലിയ സംഭവമാക്കി മാറ്റിയേക്കും ഒരു ബസ്സേ കയറുന്നത്. നാണം ഉണ്ടോ ഇവനക്ക്? വലിച്ചു കയറ്റുന്നു. ആ പെണ്ണിനോട് അടുത്ത് നിൽക്കണമെന്ന് പറയാം. മണത്തുകളെയും മണത്ത് കയറ്റി ഗുരുവായൂർ മറ്റേ ബസ് കേട്ടോ. അത് കുറെ കാര്യങ്ങളുണ്ടോ ഇതിനകത്ത്. എനിക്കത് ഗുരുവായൂർ ബോർഡുണ്ട്. ഗുരുവായൂരുള്ളൊരു ഹിന്ദു അച്ഛനും മകളും ആയിരിക്കും മിക്കവാറും. അച്ഛന്മാരാരാണ്ട് വിളിച്ചോണ്ട് വേണ്ടൊക്കെ കേക്ക് മുറിക്കുക, വേണ്ടൊക്കെ തീറ്റിക്കുകയോ. എല്ലാവരും തീറ്റിക്ക് നിർത്തി പിള്ളാക്കുഞ്ഞിനെ. എന്തൊരു തലയിലൊക്കെ പൂവൊക്കെ ഇരിക്കുന്നു ഇയാടൊക്കെ. കയ്യിലെല്ലാം ചാരയുടെ മാല വള എന്തോ ഐറ്റമാണ്. മോതിരം തലയിൽ പൂവൊക്കെ കിടക്കുന്നു. എന്ത് സീനാണ് ഇതൊക്കെ? വയ്യടോ എന്തോ ഇത്. കണ്ടിരിക്കുന്നുണ്ടോ? പെണ്ണായിട്ട് പറയുന്നുണ്ട്. അവളെ കൊണ്ടായണ്ടൊക്കെ പറയിക്കുന്നു. പുള്ളി ഇരുന്ന് കേൾക്കുന്നു. അടുത്തത് എവിടെയോ എന്തോ ഒരു ബിൽഡിങ്ങും ഒരു കല്ലും കണ്ടപ്പോ ഗോഷ്ടി കാണിക്കുന്നു. ചെവിയെ എടോ ഇതെന്തോ ആയിട്ടോ എന്താണ്ടൊക്കെ എടുത്ത് തേക്കുന്നതോ ചെവിയിലൊക്കെ. ഔട്ട് ഓഫ് ദ യൂണിവേഴ്സ്. ഇത് വേറെ യൂണിവേഴ്സ് അല്ല, യൂണിവേഴ്സിലെ അല്ല. മറ്റവന്മാര് എത്തിയിട്ടുണ്ട് ചെണ്ട കൊട്ടുകാര്. ഇതിന് ചെണ്ട കൊട്ടുന്നേ എഴുന്നള്ളിക്കുവാണോ? എന്തോ ഇതൊക്കെ? ഇതെന്ത് നടക്കുന്ന ഭയങ്കര പരിപാടികളാണ്. ഇതിനകത്താണ് കാല് തൊട്ട് വന്നിക്കാൻ പോകുന്നത്. നടക്കും ചെവിയിലൊക്കെ ഇലയൊക്കെ ഫിറ്റ് ചെയ്ത്. വേറെ കാര്യമുണ്ട്. ഇതൊക്കെ പുള്ളി അവതരിപ്പിക്കുമായിരിക്കും. അതായിരിക്കും പുള്ളി MP ആയിട്ട് പുള്ളിയുടെ റോള്. അങ്ങനെയായിരിക്കും പുള്ളി വിചാരിച്ചത്. ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇതൊക്കെയാണല്ലോ പുള്ളി ചെയ്യുന്നത്. ഇതൊക്കെയാണല്ലോ ചെയ്യേണ്ടത്. ഈ കമ്മികളല്ലേ ഇതെല്ലാം. അതെ അതെ. ശരിക്കും പറഞ്ഞാലേ നമ്മൾ ഈ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പുള്ളിയൊക്കെ ചെയ്യുവാണ്. മനസ്സിലായോ? ഒരുപാട് പേർക്ക് ഇഷ്ടാവുന്നുണ്ട്. ഇവരാരും രാഷ്ട്രീയക്കാരൊന്നും അല്ലല്ലോ. ഇവര് എംപ്ലോയീസ് അല്ലേ ഏതൊരു കമ്പനിയിലെ. അപ്പൊ അവര് പറയുന്ന റോളൊക്കെ അഭിനയിക്കുമായിരിക്കും അല്ലേ. ചുമ്മാ നടക്കുക അവിടെ പോയി പോകുന്ന അമ്പലത്തിലൊക്കെ പോയി കറങ്ങിയാൽ മതി. ഇങ്ങനെ ആൾക്കാർ മീഡിയയിലൊക്കെ നടന്ന് നിന്നാൽ മതി. ഇവിടുത്തെ ആൾക്കാർക്ക് ഇഷ്ടമുള്ള പൊട്ടത്തിലൊക്കെ കാണിച്ച് ഇങ്ങനെ നിൽക്കുക, ഞങ്ങൾ ബാക്കി പണി നടത്തിക്കോളാം എന്ന് പറയുന്ന സംഭവമാണ് BJPയുടെ. അല്ല, BJP ഒരു വലിയ രാഷ്ട്രീയ പാർട്ടി ഒന്നും അല്ല. പുള്ളി ഈ മലയാള സിനിമയിലെ വേറെ സംഭവമുണ്ട്. ഇയാൾ ഈ മലയാള സിനിമയിൽ ഇങ്ങനെ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാതെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ മോഹൻലാല്, മമ്മൂട്ടി, മനസ്സിലായോ? അങ്ങനെ ഒരു സമയമായിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് ഇയാള് MP ഒക്കെ ആയിരുന്നു. MP ഒക്കെ ആയി കഴിഞ്ഞപ്പോ ഇയാള് മറ്റേ ഒറ്റടിക്ക് നേരെ എല്ലാത്തക്കും മേലേന്ന് പറയണ പോലത്തെ ഒരു സ്ഥലത്തോട് വന്ന് നിന്ന് പുള്ളി. അപ്പൊ എല്ലാരും അല്ലെന്ന് ഇവർക്ക് മൊത്തത്തിൽ ഈ വേറൊരു തരത്തിലത് പുള്ളിക്ക് ഒരു റീച്ച് കിട്ടിയിട്ടുണ്ട് ഭയങ്കരമായിട്ട്. ആ സാധനം കേട്ടില്ലായിരുന്നു. എങ്ങനെ ആവാണ്ടിരിക്കും? ഉടുപ്പൊക്കെ ഉണ്ടോ? ഇങ്ങനെ ഇറങ്ങിയ എങ്ങനെ ആവാതിരിക്കുള്ളൂ? MP കിട്ടിയ സാധനമാണ്. തകർക്കും MP പ്രകടനം കാഴ്ചവെച്ച്. എന്നിട്ട് ബസ്സില് ഒരു ബസ്സില് അച്ഛനും മോളും ഒരേ ബസ്സിൽ ജോലി ചെയ്യുന്നു പറഞ്ഞിട്ട് വൈറലായ ഒരു കണ്ടന്റ് അതിന്റെ പുറകെ പോയേക്ക പുള്ളി. അതിന്റെ പുറകെ ചെന്നിട്ട് അവിടെ ചെന്ന് നടത്തിയ കലാപരിപാടിയായി കാണുന്നത്. പുള്ളിക്ക് എന്താ വേണ്ട? അപ്പൊ പുള്ളിക്ക് റീച്ച് വേണം. അല്ലാതെ വെറുതെ ഒന്നുമല്ല ഇറങ്ങിയത്. പുള്ളി ഇറങ്ങുന്ന ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കുറെ പരിപാടി അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രവർത്തനം കഴിഞ്ഞു എന്നാന്ന് തോന്നുന്നു. അതായത് ഒരു തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി ഇപ്പൊ ഈ വിഷയത്തിൽ പുള്ളി ഇടപെട്ടേക്കുന്നത് തൃശ്ശൂർ ജില്ലയിലായതുകൊണ്ട് കൂടിയാണ്. ഗുരുവായൂർ ഓടുന്ന ബസ്സാണത്. ഓക്കെ, ഇത് തൃശ്ശൂർ വന്ന സംഭവമാണ്. അങ്ങനെ ഒരു സംഭവത്തിനെ പുള്ളി അപ്രീഷിയേറ്റ് ചെയ്താ കണ്ടത്. തനിക്ക് വല്ല മാനേജ് കൊച്ചു കാലുകൊട്ട് വന്നെങ്കിൽ. കാരണം ഇത് മറ്റേ സംസ്കാര സമ്പന്നരായ ഒരു ആളുകളാണ്. സാംസ്കാരിക കേരളം, സാംസ്കാരിക തലസ്ഥാനമാണ് തിരുവനന്തപുരം, മറ്റേ തൃശ്ശൂര്. അങ്ങനെയൊക്കെയാണ്.
എന്തായാലും സന്തോഷമുണ്ട്. ആ കൊച്ചു കാല് പിടിക്കുന്ന ഒരു സീനുണ്ട്, അതാ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട്. കാല് തൊട്ട് വന്നിക്കുന്നു. ഞാൻ കരഞ്ഞു പോയി അവിടേക്ക് എത്തിയപ്പോഴേക്കേ. ആ സ്ഥലമൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അങ്ങോട്ട് ഇതായി പോയി, ഭയങ്കര ഇതായി പോയി, വിങ്ങിപ്പോയി, പൊട്ടിപ്പോയി, കരഞ്ഞുപോയി. അതിന് ഇറങ്ങിയേക്കോ ഇത്, അതിനാണ് ഈ ഷോ മൊത്തം കാണിക്കുന്നത്. അവിടുത്തെ വസമാല കുറെ പേര് അതിനകത്ത് കയറി വൈറലാവാൻ ശ്രമിച്ചാണ് ഈ കണ്ടത്. എന്നാ കൊച്ച് ഇപ്പൊ കാല് ആണ്ടേ, കൊച്ചു കാല് തൊട്ട് കാണിക്കാൻ വേണം, അതാ കാണണ്ടേ, അത് രസമുണ്ട് എന്നാണേ. എന്തുവാ ഈ കാലത്തൊടുന്ന എന്തിനാ ഇവനെയൊക്കെ? ഇവനൊക്കെ വിചാരം ഇവൻ ആരാ അനുഗ്രഹിച്ചു. ആ ഇവൻ ആരാ എനിക്കറിയത്തില്ല. ഇവൻ എന്താ, ഇവൻ ആരാ നമുക്ക് എന്താന്നുള്ളത് അപ്പൊ ഇവന് വരുമ്പോ കുറെ തനിക്ക് മനസ്സിലായില്ല, ഇത് ഈ കൊല്ലത്തുനിന്നുള്ള നായര് സിനിമയിലൊക്കെ എത്തിയിട്ട് സിനിമയൊക്കെ ചെയ്ത് മനസ്സിലായി, അങ്ങനത്തെ ഒരു സാധനം പിടിച്ചു വന്ന ആളെ പുള്ളി. കഴിഞ്ഞ പുള്ളി പെട്ടെന്ന് അഭിനയത്തിൽ കുറച്ച് വീക്കായി പോയി. കഴിഞ്ഞ പുള്ളിയൊക്കെ MP ആയി. കഴിഞ്ഞ പുള്ളി ഇപ്പൊ നടനുമാണ് MP യുമാണ്. ഇഷ്ടമായോ? എങ്ങനെയുണ്ട്? കൊള്ളാം. അതിങ്ങനെ വേണം. കേരളം സൂപ്പറാണ്. എന്തൊരു പണിയല്ലേ ഇത് തൃശ്ശൂര് മൊത്തത്തിൽ. ഇനിയിപ്പോ എന്തിന്റെ പേരിലാണ് ആ പണി കാണിച്ചെങ്കിലും ഇവര് ഇനിയിപ്പോ രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും എന്താ പറയണ വിട്ടുവീഴ്ചകളുടെ ഭാഗമായിട്ടാണ് ഇയാൾ ഇനി ഇലക്ഷൻ ജയിച്ചെങ്കിലും എങ്ങനെയാണെങ്കിലും നല്ല പണിയായി പോയി കേട്ടോ. നല്ല കൊലച്ചതിയായി പോയി. തൃശ്ശൂർക്കാരെ അടിച്ച് പണി ഇതിന്റെ മുകളിലൊന്നും കിട്ടാനില്ല. കേരളത്തിന് മൊത്തത്തിൽ കിട്ടിയേക്കുന്നത് ഒരു ന്യൂസ് മേക്കറാ. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. ഏത് ന്യൂസ് ചാനല? 24 ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ, അതിനകത്തല്ലേ മീഡിയ വണ്ണം. പുള്ളിയാണ് മെയിൻ ആള്. കൊള്ളായാലും ഇന്നത്തെ കണ്ടന്റ് കൊള്ളാം. പുള്ളിയുടെ ഒരു കണ്ടന്റ് ഓരോ ദിവസം അല്ലേ, ഓരോ സ്ഥലത്തും ഒരു കണ്ടന്റ് ന്യൂസ് മേക്കറാ പുള്ളി. അതിന് ഇറങ്ങിയായിരിക്കും വീണ്ടും പുള്ളി അടുത്ത വർഷം ഇത് പിടിക്കുമായിരിക്കും, ന്യൂസ് മേക്കർ ആവുമായിരിക്കും. എന്നാലായിരിക്കും സീറ്റ് കിട്ടുന്നത്. അതെ അതെ, അങ്ങനെയൊക്കെ സീറ്റ് കിട്ടുന്ന മോദി ചിലപ്പോ അങ്ങനെ ആയിരിക്കും. കാരണം പുള്ളി ഫോട്ടോ ഭയങ്കര സംഭവമുള്ള പുള്ളിക്ക്, ഫോട്ടോ വീഡിയോസ്. ശരിയാ, ഇവര് തമ്മിൽ ഇനി കോമ്പറ്റീഷൻ ആവുമെന്ന് എന്റെ പേടി. ഈ മോദിയും ഒരിക്കലും ഇല്ല, അങ്ങോട്ട് അങ്ങനൊന്നും അടുപ്പിക്കത്തൊന്നും പറയാൻ പറ്റില്ല. ഇയാള് ചിലപ്പോ ഭയങ്കരമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണ ആൾ ഇനി ഇതിന്റെ അപ്പുറത്തും പോവാം. മനസ്സിലായോ? ഇങ്ങനെ വൈറലായിട്ടുള്ള കണ്ടന്റുകൾ പുള്ളി തന്നെ വേറെ ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അതിന്റെ പുറകെ പോയിട്ട് പുള്ളി റീച്ച് കൂട്ടാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങളിലേക്കൊക്കെ വരാൻ ചിലപ്പോൾ. മനഃപൂർവ്വം വൈറൽ ഉണ്ടാക്കിച്ചിട്ടേ. കാരണം പുള്ളിക്ക് സ്വന്തമായിട്ട് വൈറൽ ചെയ്യണതല്ല ഇഷ്ടം. മനസ്സിലായോ? പുള്ളിക്ക് ഇങ്ങനെ വേറൊരു വൈറലിന്റെ പുറകെ പോയി വൈറൽ പിടിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യും. എന്തൊരു ടീമുകളാണ്. എന്താ ചുമ്മാ അതാണ് സുരേഷ് ഗോപിയുടെ ഇന്നത്തെ പരിപാടി. ആറാറിന് ഇതിലും ഭേദം അലിൻ ജോസ് പെരേരയും സൂപ്പറാ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അല്ലേ, ഇയാളെ വെച്ച് നോക്കുമ്പോ ഇങ്ങനെ കോലം കെട്ടി, ഇത്രയും കോലം കെട്ടില്ല. പിന്നീട് ഒരിക്കലും ഇവിടെ അലിൻ ജോസ് പെരേര MP ആവുമോ? ഇങ്ങനെ പോയാൽ പറയാൻ പറ്റത്തില്ല. അതത്ര എളുപ്പമല്ല. പിന്നെ ആർക്ക് ആട്ടായത്? അതായത് അലിൻ ജോസ് പെരേരയ്ക്ക് ഇനി ആവാൻ പറ്റില്ല. അലിൻ ജോസ് പെരേര MP ആയിരുന്നെങ്കിൽ അലിൻ ജോസ് പെരേര ആയിട്ട് പിന്നെ ഇറങ്ങി നടക്കായിരുന്നു ഇപ്പൊ നടക്കുന്ന പോലെ. അത് ഓക്കെയാ, അതാണല്ലോ ഇപ്പൊ പുള്ളി ചെയ്യണേ. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ പിന്നെ ഒരിക്കലും പുള്ളി ഭയങ്കര സുരേഷ് ഗോപിയാന്ന് അവര് വിചാരിച്ചത്. കുറെ പേര് വിചാരിച്ചേ സുരേഷ് ഗോപിയാണ്, സുരേഷ് ഗോപി സുരേഷ് ഏട്ടനാന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ഉണ്ട് ചിലത്. അത് ഈ പൊട്ടന്മാര്. നല്ലൊരു മനുഷ്യനാ, നല്ല മനസ്സിന്റെ ഉടമയാണ്. സുരേഷേട്ടൻ ആള് പാവാണ് എല്ലാരും പറഞ്ഞു. സിനിമാക്കാർ വരെ പറയുന്നു, വെറുതെ മറ്റേ സിനിമക്കകത്ത ആൾക്കാരൊക്കെ വന്ന് പറയുന്നു. മനസ്സിലായി? അവരൊക്കെ വന്ന് പറയുന്നുണ്ട് ആ സുരേഷ് പാവാ, സുരേഷ് ഒരു പാവ മനുഷ്യനാ. അയാള് ഇനിയിപ്പോ രാഷ്ട്രീയം എന്തോ ആയിക്കോട്ടെ, ആര് സെലിംകുമാർ വരെ പറയുന്നു. മനസ്സിലായി? അങ്ങനെ പറയുകയാണ് ഇയാളെ കുറിച്ച് ഭയങ്കര, ഇയാൾ പാവാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് പുള്ളി അങ്ങോട്ട് കയറി ഒരു മിനിറ്റ് കേട്ടോ, ഒന്ന് പറയുന്ന ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഫുള്ള് മറ്റേ ഐറ്റം ഷോ. മനസ്സിലായില്ലേ? പുള്ളിയുടെ ഷോ എൻ്റെ ഫുൾ ഫിഗർ. പുള്ളിയുടെ ഷോയാണ് പിന്നെ നടക്കുന്നത്.
പിന്നെ ഒരു കുറച്ച് മതവും ജാതിയും മേൽജാതിയൊക്കെ പറയുന്നു. പള്ളി കിടന്നു ഒന്ന് തേഞ്ഞപ്പോഴേ ഇങ്ങോട്ട് ഇറങ്ങിയെന്ന് തോന്നുന്നു. അടുത്ത ഷോക്ക് ഇറങ്ങിയത് ആരാണ്ട് പറഞ്ഞു. അല്ലെങ്കിൽ മിണ്ടാണ്ട വഴി അങ്ങ് പോയാനെ. ഇല്ല, മിണ്ടാണ്ട് പോകത്തില്ല. കാരണം പാളിയല്ലോ, പാളിക്കഴിഞ്ഞ ഉടനെ ഒരു നന്മ വരും. അതാണ്. അതും പാളിപ്പോയ പിന്നെ നന്മ ഉറപ്പാ. പാളിപ്പോയ പാളിച്ചകൾ ഇത് അതിലും വലിയ പാളിച്ച. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നാട്ടുകാർക്കും ഇല്ല, പുള്ളിക്കും ഇല്ല. ഇവര് വളരെ സർവ്വസാധാരണമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി ചെയ്തേ ഉള്ളൂ. ഉന്നതപോലെ ഞാൻ ഒന്ന് ഊമ്പി, ശരിക്കും ഊമ്പി. അപ്പൊ വേണ്ട കിടക്കുന്നു. അടുത്ത പരിപാടിയും കൊണ്ട് വന്നതാ. അതേ ഏലയും അമ്പലവും പള്ളിയും എല്ലായിടത്തും ഒന്ന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കേടങ്ങ് മാറുമല്ലോ. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. സത്യത്തിൽ മറ്റേ ഉന്നത പരിപാടിയാണ് ശരിക്കുള്ള ഒറിജിനൽ ആള്. ഇതെന്ന് വെച്ചാൽ ഷോ. മനസ്സിലായില്ലേ? ഷോ ഒക്കെ കണ്ട് വീഴുമ്പോ ഇങ്ങനെ ഇരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ടോ, ഇയാളെ നിർത്തിയവർക്കും അറിയാം, ഇയാളെ ഇങ്ങനെ ജയിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും അറിയാം ഇതിങ്ങനെയാണ്. അയാൾക്കുള്ള അറിയാത്ത ഇത് പിടിച്ചു അലിൻ ജോസിനെ പിടിച്ചോണ്ട് നമ്മൾ കാര്യമായിട്ട് കുറച്ച് കാശുള്ള അദാനി കമ്പനിയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അദാനിയോ അംബാനിയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതിനെ ഇവിടെ നിർത്താൻ പറ്റും. അതിനെ വേണേൽ മോഡിയാക്കാൻ പറ്റും. കാരണം കോട്ടൊക്കെ ഇട്ട് നടക്കാറുണ്ട്. മനസ്സിലായോ? വിടുതരം പറയുകയും ചെയ്യും. എന്ത് വേണ്ടതിനും വേണം പറയുള്ളൂ. പറഞ്ഞു പഠിപ്പിച്ച് വിട്ടാൽ പോരെ. അവരങ്ങനെ ഇതിനെ ഇറക്കി വിടുന്നത്. ഓരോ സ്ഥലത്തുള്ള ഓരോ ഐറ്റങ്ങളെ ശ്രദ്ധിച്ചാൽ അറിയാം. ഇവർ പഠിപ്പിക്കും, അതുപോലെ നടന്ന് പറയും. അല്ലാതെ മോഡിക്ക് അങ്ങനെയില്ല. മോഡി ഭയങ്കര പ്രസംഗമൊക്കെ കാച്ചുന്ന കക്ഷിയാണ്. പക്ഷെ അല്ലാത്ത ഇതിന്റെ പുറകെ പിടിക്കുന്ന മോഡിയും അവരോട് ചേർന്ന് കുറച്ച് പേരുണ്ട്. ബോധം ഇല്ലാത്തവരല്ല മൊത്തം, പക്ഷെ കുറച്ച് പേരുണ്ട്. ബാക്കിയുള്ള എല്ലാം പടവാ. ഇങ്ങനെ ഓരോ സ്ഥലത്ത് കൊണ്ട് ഇവിടുത്തെ മണ്ടന്മാരെയൊക്കെയാണ് പിന്നെ എളുപ്പമല്ലേ. കുറെ പൈസയും കിട്ടും ഇവർക്ക്. ഇവര് കാശുകാരാകുന്ന സീനൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കും. മനസ്സിലായോ? അങ്ങനെ നേരത്തെ കോൺഗ്രസ്സുകാരൊക്കെ പൈസക്കാരായില്ലേ. മറ്റാളുണ്ടല്ലോ, മറ്റേ നമ്മുടെ ഇവിടുത്തെ ഒരു ഇവിടെ ഏത് പാർട്ടിയിൽ നിന്നാലും അൽഫോൺസ് കണ്ണന്താനൊക്കെ. അൽഫോൺസ് കണ്ണന്താനൊക്കെ എന്താടോ സാധനം? അതൊക്കെ എങ്ങനെ അതെവിടെ ഗവർണറായിട്ടിരുന്നായിരുന്നു അങ്ങനെ എന്തൊക്കെ സംഭവിച്ചില്ല. ഇയാളെങ്ങനെ IAS പാസ്സായി ഇങ്ങനെ ഇത്രയും കൊല്ലം ഇങ്ങനെ സിവിൽ സർവീസുമായിട്ട് ഇരുന്നെന്നുള്ളതാ. ഇത്ര ബോധമില്ലാത്തൊരു മനുഷ്യൻ പോയി കിടന്നാ ഓർക്കുന്നില്ല ഇങ്ങനെ ഫ്ലഡ്. അത്രയും പണ്ടത്രയും കാണിക്കുന്ന ആൾക്കാർ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് ഈ നാട് തന്നാവുമെന്നൊക്കെ ഇനി വിചാരിച്ചിട്ട് കാര്യമുണ്ട്. ഇപ്പൊ ഇരിക്കുന്നവർ എന്തോയിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് അറിയാത്തതുകൊണ്ടാണ് ഇവര് വന്നു. ഇതെല്ലാം ട്രാൻസ്പെറന്റ് ആക്കിയ വിവരം അറിയും. ഞാൻ പറഞ്ഞ പോലെ ഓരോരുത്തർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്കെല്ലാം കയറി ചെക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നാട്ടുകാർ പറഞ്ഞോളും ഇവനൊന്നും ചെയ്യുന്നില്ല, ഇത് ആരുടെ കുഴപ്പമാണ്, എന്തുകൊണ്ട് ഇവിടെ നോക്കിയില്ല, ഇത്രയും ദിവസമായിട്ട് എന്താ അനങ്ങാത്തേ എന്നൊക്കെ ചോദിക്കാൻ പറ്റും. പക്ഷെ ഇത് ആർക്കും ഒന്നും അറിയാത്തതുകൊണ്ട് എളുപ്പമാണ്. പൊട്ടന്മാരെ ഭരിക്കാൻ എളുപ്പമല്ലേ, ബുദ്ധിയൊന്നും ഇല്ലല്ലോ. പറ്റിച്ചാൽ മതി. ഇങ്ങനെയൊക്കെ ഇറങ്ങി അമ്പലത്തിൽ പോയി ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല മനുഷ്യനായി, സൂപ്പറായി. ഇവിടെ എത്ര ഈ റോഡ് എങ്ങനെ കിടന്നാലെന്താ അല്ലേ, എന്ത് ബാക്കി ഏത് കേസായിട്ട് എങ്ങനെ കിടന്നാലും ആർക്കും ഒരു കുഴപ്പമില്ല. ആരെ പറ്റിച്ചാലും കൊന്നാലും വിഷയമല്ല. പക്ഷേ ഇതുപോലത്തെ നാടകം കണ്ട് ഇരുന്നോളൂ എല്ലാവരോട്. ഇത് അലിൻ ജോസിന് പറ്റും കേട്ടോ. അലിൻ ജോസിന് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുള്ളൂ. ഇവനൊക്കെ അല്ല നേരത്തെ അഭിനയിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ മോഹൻലാൽ ഇപ്പൊ കണ്ടില്ല അവസ്ഥ എന്തുവാന്ന്. അന്ന് പറഞ്ഞ പോലെ തന്നെ ഉള്ളൂ. ഒന്ന് ഒരിക്കലും അങ്ങോട്ട് നടത്തി വിട്ടാൽ അവനും ഉണ്ട് അതേപോലത്തെ ഒരു ബോഡിയും അതുപോലത്തെ ഒരു മുഖവും ബോട്ടോക്സ് ചെയ്യാൻ പറ്റുന്നൊരു മോന്തയും കുറച്ച് മീശയൊക്കെ വളർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ പിരിക്കാനൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കാണിച്ചാൽ മതിയല്ലോ സ്റ്റേജ്. അലിനെ കണ്ടിട്ടുണ്ടല്ലോ, ഇതുപോലൊന്നും അല്ല. ഇങ്ങനെ പിന്നെ അതുമല്ല മറ്റേയാളൊക്കെ എന്നിട്ട് സംസാരിക്കുന്നുണ്ട്. മോഹൻലാൽ പറഞ്ഞ അത്ര മണ്ടത്തരം പറയത്തില്ല. ഇംഗ്ലീഷൊന്നും വലിയ ഇതിൽ എന്തൊക്കെയോ തെറ്റി പോകുന്നേ ഉള്ളൂ. പക്ഷെ പൊട്ടത്തിനും അധികം പറയുന്നില്ല, പ്രത്യേക രീതിയിലാണ് സംസാരിക്കുന്നത്. പിന്നെ പറയുന്ന സാധനത്തില്ല നൈസ് സാധനങ്ങൾ പുള്ളി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടുണ്ടോ പിന്നെ പുതിയ അയാളുടേതായ കുറെ ഇന്നലെ എന്തോണ്ടായിരുന്നല്ലോ, എന്തോ ഒരു സാധനം ഇന്നലെ പറഞ്ഞിടോ. അതെന്താന്നോ, കമ്മിറ്റ്മെന്റിന് വേണ്ടി കമ്മിറ്റതൊക്കെ എന്ത് സാധനം, ആർക്കും കണ്ടുപിടിക്കാൻ പറ്റും. അതെന്നാ സാധനം, അത് സൂപ്പർ സാധനമല്ലേ, അത് അടിപൊളി സാധനം. അത് നമ്മളൊരു കാര്യത്തിന് അറിയുമ്പോൾ അതിന് നമുക്കൊരു കമ്മിറ്റത വേണം, അല്ലെങ്കിൽ നമുക്കൊരു വ്യക്തിയുമായിട്ടുള്ളൊരു കമ്മിറ്റത, ഒരു കാര്യത്തോടുള്ള കമ്മിറ്റത, അതൊരു കമ്മിറ്റതയാണ്. ശരിയാ, കമ്മിറ്റത. മറ്റേ മാനിപ്പുലേറ്റ്
അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്ന ഒരാളായാള്. മാനിപ്പുലേറ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തോണ്ട് അത് ചെയ്തില്ല. അതുപോലൊക്കെ നടക്കൂടെ ഇനി? ഇതിന് അടുത്ത ജനറേഷൻ അല്ലേ, മണ്ടന്മാര് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? സുരേഷ് ഗോപിക്കാണെങ്കിൽ ആരും ജോസിനോ അതിന് ഒരു കുഴപ്പമില്ല. പിന്നെ മോഹൻലാൽ സിനിമ കഴിഞ്ഞാൽ ഇവനും പറ്റും, ആര്യൻ ജോസിന് പറ്റണം. അവർക്കും അവരെന്താ മനുഷ്യരല്ലേ അല്ലേ? അതെ. പിന്നെ അണ്ണന് ആ തിയേറ്ററിന്റെ പേരുണ്ടാക്കി കൊടുത്ത ചീത്ത പേരാണെന്ന് മാത്രം. ഏത് ഒന്നും കേട്ടില്ല. ഏതൊക്കെ പറയുന്ന മറ്റേ അണ്ണനുമായിട്ട് അണ്ണൻ തിയേറ്ററിൽ പോയ ഇഷ്യൂ. ഇങ്ങനെ ഓരോ കമന്റ് ഒക്കെ ഇട്ട പാവത്തിനെ പറ്റിക്കുന്നിപ്പേ. എല്ലാവരുടെ കമന്റ് ഇട്ട് മൂപ്പിച്ചു കൊടുക്കും. നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തെ കമന്റ് ചെല്ലും, മെസ്സേജ് ചെല്ലും, ഭ്രാന്തള് പാവം കിടന്നും ബഹളം ഉണ്ടാക്കും. ഇന്നിപ്പോ ഒരു മൂഡില്ല ശരിക്കും പറഞ്ഞാൽ. വയ്യ, അടുത്ത് ക്ഷീണം. അതുകൊണ്ട് നമുക്ക് നിർത്തിയേക്കാം അല്ലേ? ആണോ? എന്നാലും അത് ഈ കാലുപിടുത്തമൊക്കെ കണ്ടിട്ടേ തീട്ട ഒരു പരിപാടിയൊക്കെ എടുത്ത് എന്തോരം പറയൂരേ. ഇത് ശരിക്കും ഒരു അളിഞ്ഞ പരിപാടിയാണ്, അളിഞ്ഞോസ് പരിപാടിയാണ്. കാല് പിടിച്ചങ്ങ് നശിപ്പിച്ചാലോ എല്ലാവരും ചെന്നിട്ടങ്ങ്. എല്ലാവരും കാല് പിടിച്ചാലോ? നമ്മുടെ കാല് പിടിപ്പിക്കാം, നമുക്കും കാല് പിടിക്കാം, അവരുടെയും കാല് പിടിപ്പിക്കാം. ഇങ്ങനെ എന്നിട്ട് ഓരോന്ന് നമുക്ക് അപരാധിക്കാം. എങ്ങനെയാ കാണിക്കുന്നത്? ഇങ്ങനെയാണോ? എന്തേലും അവരാ ഇങ്ങനെ കാലിങ്ങനെ ഇങ്ങനെ അയ്യോ കാലുപിടുത്ത മയിലുകള്. നാണം ഉണ്ടോ എനിക്ക്? കാല് പോയി തൊട്ട് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഏത് അവനാണേലും എന്തോ ഏതവനാ ഇവൻ? എനിക്കത് അറിയുന്നത്. ഇവനാരാ? ഏതവനാണേലും അവനാരാ? അതെ. അല്ലാതെ ഇങ്ങനെ ഉണച്ചുകൊണ്ട് എന്തോ ആവാനാ? ഊമ്പി ഓരോ പരിപാടി കണ്ട് പഠിക്കരുത്. അങ്ങനെ ഒരു പരിപാടി ഇല്ലെന്ന്, ലോകത്തെങ്ങും ഇല്ലാത്തൊരു പരിപാടി ശരിക്കും ഇല്ല. ഇങ്ങനെ അത്ര വലിയ സംഭവമാണ് അവള് ബസ് കണ്ടക്ടർ ആയുള്ളൂ. എനിക്കതാ മനസ്സിലാകത്തത്. വേറെ വല്ലയിടത്ത് എത്തത്തില്ല, ഡോക്ടർ ആകത്തില്ല എന്നാ പെണ്ണി. ഇത് സയന്റിസ്റ്റ് ശരിയാ. ബസ് കണ്ടക്ടർ അത്ര ഭയങ്കര വലിയ പഠിച്ചുണ്ടാക്കുന്ന പരിപാടിയൊന്നും അല്ല. ഒരു തൊഴിൽ അത്രേ തൊഴിലൊക്കെ തന്നെ. മോശമൊന്നും പറഞ്ഞതല്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഈ സൊസൈറ്റിയിൽ എപ്പോഴും ഏത് രീതി നോക്കിയാലും ഈ പറഞ്ഞ ഉന്നത കുല ജാതനാകണമെന്നുണ്ടെങ്കിൽ അതാണ് അല്ലെന്ന് മനസ്സിലായി. ആ വന്നത് മൊത്തം പരിപാടി മനസ്സിലായോ? ഉന്നത കുലജാതം വന്നിട്ട് ഈ താഴേക്കിടയിൽ ജീവിക്കുന്ന മനുഷ്യരെ വന്ന് അനുഗ്രഹിച്ചു പോയതാണ് കണ്ടത്. ആ പരിപാടിയാണോ അവതരിപ്പിച്ചത്? എങ്ങനെയുണ്ട്? അപ്പൊ താന്ന ജാതിക്കാരിയായോ അല്ലെ താന്ന ജീവിതം ഉള്ളതോ കണ്ടക്ടർ ആവാൻ മാത്രം സാധിച്ചത് ഡ്രൈവറുടെ മോളും ആയോ ഒരുത്തി വലിയ ഉന്നത കുലനെ കണ്ടപ്പോൾ കാല തൊട്ട് വന്നിരിക്കുന്നു, ഉന്നത കുലൻ അനുഗ്രഹിക്കുന്നു, നാളെ അവള് ഡോക്ടറാവും അല്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ മണ്ടത്തിലൊക്കെ വെച്ച് ജീവിച്ചാൽ എന്താ പറയണ്ടേ എനിക്കത് അല്ലേ? ശരിയല്ലേ? ഇച്ചിരി ബോധം വെളിവുള്ളവരാണ് സുരേഷ് ഗോപിയുടെ കാലം തൊടാൻ പോകത്തില്ല. അത് അവർക്ക് വലിയൊരു നാണക്കേടായിരിക്കും ജീവിതത്തിൽ. കാരണം സിനിമാടനും ഈ തലയിലൊക്കെ ഇലയും പൂവും ഒക്കെ പിടിപ്പിച്ച് വരുന്നവനെയൊക്കെ കാല് തൊട്ട് വന്നിക്കണമെന്നുണ്ടെങ്കിൽ അതിന് അത്രയും അന്ന് മറ്റേ കാറിനകത്തിരുന്നോണ്ട് ഏതാണ്ട് കൊടുത്തല്ലോ. അന്നും കുറെ പാവപ്പെട്ടവരെ നിരത്ത് നിർത്തിയില്ലേ കാല് പിടിപ്പിക്കാൻ. ഇവന്റെ ഒക്കെ കാല് പിടിക്കാൻ പോയത് കാല് തൊട്ട് ഉണങ്ങാൻ പറ്റിയ മുതല് വന്നിരിക്കുക ഇങ്ങനെ കാലും നീട്ടി ഇങ്ങനെ കാറിൽ ഇങ്ങനെ ഇരിക്കുന്നു, രണ്ട് ദക്ഷിണ കൊടുത്തെന്ന് കാണിക്കുന്നു. എടാ ഇവനൊക്കെ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതല്ലേ? അതെ, ഇത് ഷോ അല്ലേ? കൊച്ചു കാല് തൊടുന്നൊക്കെ ഇവന് അത് നോർമലായി. ഇവരുടെ ഇടയില് ഈ ഊളകളുടെ ഇടയിൽ ഇത് നോർമലാടേ. ഇവരുടെ ചുറ്റും ഇവര് ജന്മി പോലെ ഇങ്ങനെ നടക്കണോ? എല്ലാരും ഇവരിങ്ങനെ പാവപ്പെട്ടവരുടെ ഇടയിൽ പോയി നിൽക്കുവാനുള്ള മൂഡിൽ ഇയാളുടെ അടുത്ത് നിൽക്കണം. അത് അയാൾക്ക് വേണ്ടത്. അയാൾക്ക് ഇഷ്ടം. അയാൾക്ക് അതാ വേണ്ടത്. എല്ലാരും നിൽക്കണം. മോഹൻലാലിനും ഇഷ്ടമാണ്. അയാളുടെ അയാൾക്കും ഇഷ്ടമായത്. പുറത്തിറങ്ങി വേറെ സാധനം കാണിക്കും മോഹൻലാൽ. മോഹൻലാൽ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എന്താ ആ സാധനം അല്ല, അതുകൊണ്ടെന്ന് അത് വേറെ സൈഡിലാണ്. ഇയാൾ വേറെ സാധനം കാണിക്കും. ഫ്രണ്ട്ലി, ഭയങ്കര ഫ്രണ്ട്ലിയാ. എന്താ മോനെ സുരേഷ് ഗോപി. സുരേഷ് ഗോപി അങ്ങനെ എല്ലാവരുമായിട്ട് അവസാനം പിടിക്കത്തില്ല. ഇയാൾ എല്ലാവരുമായിട്ടും പിടിക്കും. അത് ശരിയാട്ടോ. ഇയാൾ മൊത്തത്തിൽ പിടിക്കും. ഇമാതിരി കാല് തൊട്ട് ഉണങ്ങുന്ന തീട്ട പരിപാടികൾ അവതരിപ്പിക്കുന്ന ഏതവളാണേലും അവൾ എന്തായിട്ടും കാര്യമില്ല.
പിന്നെ ഞാൻ പറയല്ലേ, ഇത്ര ഭയങ്കര സംഭവമാണെങ്കിൽ നാളെ ഈ പെണ്ണിനെ അവിടെ കണ്ടക്ടർ ജോലി ഉപേക്ഷിച്ചിട്ട് നേരെ മറ്റേ ഏതെങ്കിലും തിയേറ്ററിൽ കാണാം. തിയേറ്റർ സിനിമ തിയേറ്റർ വനിതയിലല്ല, ഓപ്പറേഷൻ തിയേറ്ററിൽ കാണാം അല്ലേ? ഭയങ്കരമായ പരിപാടി നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഉന്നതകുലം വന്ന് അനുഗ്രഹിച്ച സ്ഥിതിക്ക് അവക്ക് നാളെ മുതൽ ഇനി കണ്ടക്ടർ ആവേണ്ടി വരത്തില്ല. കണ്ടക്ടർ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഡോക്ടർ അല്ലേ ആയാലും കണ്ടക്ടർ അല്ലേ? ഈ പരിപാടിയൊക്കെ ആയിട്ട് ഇരുന്നതിന്റെ ഗുണമാണ്. എല്ലാവർക്കും അങ്ങനൊന്നും വ്യത്യാസമൊന്നുമില്ല. ഞാൻ പറയുക, എന്നാൽ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കണം ഇതൊക്കെ. ഇനിയിപ്പോ അത് ഡോക്ടർ ആയാലും അവന്റെ കാല് തൊടേണ്ട ആവശ്യമില്ല, അവര് തൊടത്തുമില്ല. അത് ഇവർക്ക് മനസ്സിലാകത്തില്ല. ഈ ഒരു മിഡിൽ ലോ ക്ലാസ് തൊട്ടുള്ള ലോ ക്ലാസ് ആൾക്കാർ വരെ, മിഡിൽ ക്ലാസ്സിനുണ്ട് ഈ കുഴപ്പം. അവർക്കൊരു എന്താ പറയണ്ടേ, ഇൻസെക്യൂരിറ്റി പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അവര് പൈസ ഉള്ള ഒരാൾ അല്ലെങ്കിൽ അധികാര പദവികളിൽ ഇരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ ഒരു വണങ്ങളും തൊഴിലും ഇവർക്ക് അറിയാതെ വന്നു പോകും. കാരണം അയാൾക്കൊണ്ട് എന്തെങ്കിലും ആവശ്യം വരുമോ, നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ അവരെ ഇയാളങ്ങ് സഹായിക്കും എന്നൊക്കെ ഉള്ളൊരു ധാരണയാണ്. ഇങ്ങനെയുള്ളൊരു നേരെ മുന്നിൽ വന്നൊന്ന് പരിചയപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ ഒരു പഴവും ചെയ്യത്തില്ല, ഒരു കാര്യമില്ല. ഇവരെ കൊണ്ട് അത്ര ഭയങ്കര ഗുണമൊന്നുമില്ല. പിന്നെ അടുത്ത് അറിയാവുന്നവർക്കൊക്കെ ഗുണം കാണും. അതുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇയാളായിട്ട് ഇങ്ങനെ നിൽക്കണം, അല്ലെങ്കിൽ ഇവർ ചെയ്യത്തൊന്നുമില്ല. വിഷയം കണ്ടിട്ടല്ലല്ലോ ഇവർ ചെയ്യുന്നത്, ആളും തരം കണ്ടിട്ടല്ലേ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ അടുക്കാൻ നോക്കുന്ന ആൾക്കാർ ഇവരോട്. ഒരു കാര്യകാരണം അല്ല ഇവരുടെ പ്രശ്നം. ഇവർക്ക് അറിയാവുന്നത് അല്ലെ പാർട്ടിപരമായ രീതിയിൽ, അതെല്ലാ പാർട്ടി അങ്ങനെയാണ്. അവരുടെ പാർട്ടിക്കാര് അവരുടെ ആളുകളാണ്, അല്ല ബന്ധുക്കളാണെന്നൊക്കെ പറയുമ്പോൾ പിൻവാതിൽ നിയമനം, സ്വാധീനം, മറ്റു പരിപാടികൾ എല്ലാം നടത്തിക്കളയും അങ്ങ് കയറി. എന്നാൽ ഈ പറയുന്ന ആൾക്കാർ അത് ചെയ്യാൻ പാടില്ലാത്തവർ, അവരെല്ലാവരും ഒരുപോലെ കാണേണ്ടത്, ഒരുപോലെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് കാലെ പിടിക്കുമ്പോൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. ഒരുപോലെ ഞാനും നീ ഈക്വലാണ്, നമ്മൾ ഇക്വാലിറ്റി ഉണ്ടാക്കാൻ വന്നേക്കുക. ഇത് സ്വതന്ത്ര ഇന്ത്യയാണ്, ജനാധിപത്യ ഇന്ത്യ. അതിനകത്ത് കാണിക്കാൻ പറ്റിയ തറവേലകൾ ഇതൊക്കെ തന്നെ ഉള്ളൂ. ലോകത്ത് വേറെ ഇമ്മാരി അളഞ്ഞ കളിച്ചൊന്നുമില്ലേ, കാലം തെറ്റി ആരെ ഏതവൻ്റെയാണ്. ഇപ്പൊ ഗുരു എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർമാരുടെ കാലം തൊടാൻ പോകും, അതിന്റെ ആവശ്യമില്ല. നമ്മൾ കൊടുക്കുന്ന പൈസക്ക് അവർ പഠിപ്പിക്കുന്ന പോലെ കണ്ടാൽ മതി. അവരൊക്കെ പൈസക്ക് ജോലി ചെയ്യുന്നവരാ, എല്ലാവരും തൊഴിലാണ്. ഇയാളെന്തോ ഇയാൾ ആരുടെ കാശിനാ? ഈ പറഞ്ഞ കണ്ടക്ടർ പെണ്ണും ആ ഡ്രൈവർ അടയ്ക്കുന്ന ടാക്സിന്റെ ഇതിനാ ശമ്പളം. അല്ലാതെ ഇവനൊക്കെ ആണ്ട് പശുവിനെ കറന്നിട്ടല്ലോ, അവിടെ പാല് കൊടുത്തിട്ടല്ലല്ലോ ഇവന്റെ സാലറി. ഈ വന്നവന്റെ സാലറി ആരാ കൊടുക്കുന്നതെന്ന് അറിയത്തില്ല ഇവർക്ക്. അവന്റെ കാല് തൊടേണ്ട ഒരാവശ്യമില്ല. അവനായിട്ട് നേർക്കാരെ സംസാരിക്കാൻ പറ്റണം. അത് അനുവദിക്കാത്തത് ഈ തെണ്ടികളാണ്. ഈ താഴെ കിടക്കുന്ന ഈ നാറികള് വീണ്ടും ചെന്ന് കാല് പിടിക്കാനും കാല് വാരാനും ചെല്ലുന്നതുകൊണ്ട് ഇവിടെ ഒരു ഈക്വാലിറ്റി മനസ്സിലാകാത്ത പോലും ഇല്ല. സത്യത്തിൽ ഇവന് സാലറി ആരാ കൊടുക്കുന്നത്? ഈ സുരേഷ് ഗോപിക്ക്. അവൻ എന്ത് ചെയ്തിട്ടാ അങ്ങനെ ഉണ്ടെങ്കിൽ? അവൻ എന്ത് തൊഴിൽ ചെയ്യാൻ അവിടെ ഇരിക്കുന്നത്? അവൻ എന്തിനാ എലക്ട് ചെയ്തത്? അവൻ ആരുടെ റെപ്രസെന്റേറ്റീവാ? അപ്പൊ അവൻ റെപ്രസെന്റേറ്റീവ് ആയ പോലെ റെപ്രസെന്റേറ്റീവ് മാനേജർ ആവേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെ മാനേജർ ഉണ്ടോ? മാനേജർ ഇല്ല ഇവിടെ. ആ കൺസെപ്റ്റ് അറിയാത്തതുകൊണ്ടാ. റെപ്രസെന്റേറ്റീവ് സർവീസ് അല്ലാത്തവര്, ഗവൺമെന്റ് സർവീസും ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ് അല്ല, നമ്മുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഒരാൾ വന്നു, ശരിയാണ്. അത് മെജോറിറ്റിയുടെ റെപ്രസെന്റേറ്റീവ് എന്ന് പറയാൻ എല്ലാവർക്കും ഒരുപോലെ താല്പര്യവും ഇല്ല. മെജോറിറ്റി എന്ന് പറയുമ്പോൾ അത് മെജോറിറ്റി അല്ല. തൃശ്ശൂരിനെ സംബന്ധിച്ച് 3 നിൽക്കുമ്പോൾ അത് പറ്റത്തില്ല അവിടെ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല ചെയ്യേണ്ടത്. 3 കാൻഡിഡേറ്റ്സ് വരുമ്പോൾ ഞാൻ പറഞ്ഞൊരു പ്രശ്നം ഉണ്ടായിന്. എന്താണെന്നറിയോ? ഇതിനകത്ത് 3 പേരിൽ ഒരാൾ ഭൂരിപക്ഷം കിട്ടി എന്നുള്ളതല്ല വരേണ്ടത്. രണ്ടാമത് വീണ്ടും മത്സരിക്കണം. മനസ്സിലായല്ലോ? 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ആൾ മാറ്റിയിട്ട് പിന്നെ 1ഉം 2ഉം കൂടെ ഒന്നുകൂടെ അടിക്കണം. 1ഉം 2ഉം എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അപ്പോഴും മെജോറിറ്റി ആൾക്കാർക്ക് ഇയാളെ താല്പര്യമില്ല. 30% കിട്ടിയ ആള് ഒരാള് വേറൊരാൾക്ക് ഒരാൾക്ക് 40% കിട്ടി, മറ്റു 2 പേർക്ക് 30% വോട്ടേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിനർത്ഥം 40% കിട്ടിയ ആള് മെജോറിറ്റി പോപ്പുലേഷന്റെ റെപ്രസെന്റേറ്റീവ് എന്നല്ലല്ലോ. 60% ആൾക്കാർക്ക് താല്പര്യമില്ലല്ലോ അയാളോട്. അപ്പൊ രണ്ടാമതൊരു സാധനം വെക്കണം. 30ഉം 40ഉം എന്ന് പറയുന്നത് അല്ലേ, പിന്നെ 50% എബോ ആയിരിക്കണം. ഈ 2 കൂട്ടരെയും കൂട്ടിക്കഴിഞ്ഞാലും 51% ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ആള് തന്നെയാണ് ടോപ്പ്. അല്ലേ? ശരിയല്ലേ? അല്ലാത്ത പക്ഷം 50% ആകുമ്പോഴും രണ്ടാമത് ചെയ്യേണ്ടി വരും. 50-50 നടക്കത്തില്ല. 51 അല്ലെ 50.001% ആണെങ്കിൽ പോലും, അല്ലെ 0.001% എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് അംഗീകരിക്കാം, നിങ്ങൾ എടുത്തോ. പക്ഷെ അല്ലാത്ത പക്ഷം ഇത് മെജോറിറ്റിയുടെ ലീഡറോ റെപ്രസെന്റേറ്റീവോ അല്ല ഇയാള്. അത്രേ ഉള്ളൂ. അത് പലരും അങ്ങനെ തന്നെയാണ്. അങ്ങനെയല്ല അത് നടത്തേണ്ടത്. ഇതെന്ത് തരം കോമ്പറ്റീഷൻ? 4 പേര് മത്സരിച്ചു. അങ്ങനെ വരുമ്പോഴത്തേന് വീണ്ടും ഒരുത്തൻ 30%, ബാക്കിയുള്ളവരെല്ലാം 20% ആണെങ്കിൽ 20 പറ്റത്തില്ല. 70 എല്ലാവരും 20% വെച്ചിട്ട് 5 പേര് വെച്ചു. അതിനകത്ത് ഒരുത്തൻ 21ഉം ഒരുത്തന് 19 ആയി പോയെന്ന് പറഞ്ഞാൽ 21കാരനാണ് അവിടുത്തെ മെജോറിറ്റിയുടെ ലീഡർ എന്ന് പറഞ്ഞ് നെലിഞ്ഞ് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അത്രയും വിലയൊക്കെ സുരേഷ് ഗോപിക്ക് ഉള്ളു ശരിക്കും.
മറ്റ് മണ്ഡലങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിയാൽ അതും അങ്ങനെയാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്, പലയിടത്തും BJP ഒന്നും മേടിക്കാത്ത സീറ്റുകളിൽ 60% വോട്ടും 70% വോട്ടും കേട്ട് ജയിച്ചവരുണ്ട്. അങ്ങനെ നോക്കണം. അല്ലാതെ സുരേഷ് ഗോപി മെജോറിറ്റി തൃശ്ശൂർകാരുടെ റെപ്രസെന്റേറ്റീവ് അല്ല. അവർ എലക്ട് ചെയ്ത് ആ കൂടുതൽ പേരുടെ താല്പര്യമല്ല അയാള്. അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് മനസ്സിലാവും. അതറിയാതെ ഇതിനകത്ത് ഈ പറഞ്ഞ രീതിയിൽ വലിയ സംഭവം ആക്കാനൊന്നും ഇല്ല. അപ്പോൾ രണ്ടാമതൊന്നുകൂടെ കളിച്ചു തന്നെ ആ കളി അറിയാം. അങ്ങനെ അത് വേണ്ടത്, അല്ലാതെ പറ്റത്തില്ല. അല്ലെങ്കിൽ എങ്ങനെയാണോ 60% പേർക്കും ഇയാൾക്ക് അത്രയും വോട്ടേ ഉള്ളൂ, മനസ്സിലായില്ലേ? ചില്ലറ വോട്ടിന്റെ ഭൂരിപക്ഷം ഉള്ളിക്കുള്ളത്, അത് 3 പേർക്കും കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഈ കളി അവിടെ കിടന്നപ്പോ ഇവിടെ കിടന്ന് ഭയങ്കര എന്തോ ഉണ്ടാക്കിയ പോലെ ഒന്നും ആയിട്ടില്ല. ജനങ്ങൾ പിന്നെ ഇയാൾ ആരാ തെരഞ്ഞെടുത്തൊന്നും അല്ല, അതിനകത്ത് എന്തോ കുഴപ്പമുണ്ട്. ശരിയാ, എന്റെ പ്രജകൾ എന്നൊക്കെ പറയുള്ളൂ. എന്തോ കുഴപ്പമുണ്ട്. രാജാവായിട്ട് ഇറങ്ങി, രാജാവായെന്ന് തെറ്റിദ്ധരിച്ചിറങ്ങിയേക്കാം. മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി പോലെ ഉണ്ട് അല്ലേ? ഇത് എനിക്ക് അറിയില്ല, ഇത് അങ്ങനെ എന്തോ പ്രശ്നമുണ്ട് ഇതിനകത്ത്. എന്തോ കുഴപ്പമുണ്ട് അങ്ങനെ. അല്ല, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തില്ലെന്നേ. വെളിവും വെള്ളിയാഴ്ചയുള്ള മനുഷ്യന് അയാളൊരു വേഷഭൂഷാദികള്, അയാൾ കാണിച്ചു കൂട്ടുന്ന പരിപാടികള്, അയാൾ ഇറങ്ങിത്തിരിക്കുന്ന എന്തിനു വേണ്ടി? ചെവിയിൽ എല്ലാം പിടിപ്പിച്ച് തലയിലൊക്കെ പൂവും വെച്ചിട്ട് ആരെയാലാണ്ട് ചുറ്റി രാവിലെ എഴുന്നേറ്റ് അങ്ങ് പോവുക, എങ്ങാണ്ടൊക്കെ പോയി ഏണ്ടൊക്കെ കാണിക്കുക. എന്നിട്ട് ഇതിനെ പിടിച്ചുകൊണ്ട് പൊക്കിക്കൊണ്ട് നടക്കാൻ കുറെ പരിപാടികളും ചെണ്ടകൊട്ടൊക്കെ ആനയൊക്കെ എഴുന്നള്ളിക്കുമ്പോൾ നിന്ന് പൊട്ടുന്ന പോലെ പരിപാടിയൊക്കെ അവതരിപ്പിച്ച് നടക്കുന്ന ഒരാള്. അയാളെ എന്തിന് എന്തോ ഇത് എനിക്കറിയത്തില്ല. എനിക്ക് ഈ സുരേഷ് ഗോപിയോട് ഒന്നും തോന്നുന്നില്ല, കഷ്ടം തോന്നുന്നു. ആരാണ്ട് ഇട്ട് പാവ കളിപ്പിക്കുമ്പോൾ കളിക്കുന്നൊരു പാവയെ പോലും തോന്നാറുണ്ട് ചില സമയത്ത്. പിന്നെ ഇയാളെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് എല്ലാവർക്കും വലിയ താല്പര്യമുള്ള കാര്യമില്ല. അടുത്ത പ്രാവശ്യം തൃശ്ശൂരുകാർ പ്രത്യേകം ശ്രദ്ധിക്കും. പിന്നെ തൃശ്ശൂർ നില കേരളത്തിലുള്ള മൊത്തം BJP ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. BJP പൂർണ്ണമായിട്ട് ഒഴിവാക്കിയില്ലെങ്കിൽ സുരേഷ് ഗോപിനെ എന്തായാലും ഞാൻ 500 റൗണ്ട് കൂടി ആളുകൾ ആരും ഇനി എടുക്കത്തില്ല. അയാളെ നിർത്തത്തുമില്ല, അത് വേറെ കാര്യം. ഇനി അതിപ്പോ വേണമെങ്കിൽ പറയാം, ഇനി ഭയങ്കര വൻ പരാജയമാണല്ലോ. ഇനിയിപ്പോ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമെന്ന് പാർട്ടിക്കാരോ ഏതെങ്കിലും സംഘടനയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിശ്വാസികളോ ഒക്കെ തീരുമാനിച്ച പോലും അതിനകത്തുള്ള മറ്റുള്ളവർ ഇപ്പൊ ലീഡർ പറയുന്ന കേട്ടിട്ടും പള്ളിയിൽ അനൗൺസ് ചെയ്യുന്ന കേട്ടിട്ടും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ പലരും ചെയ്തെങ്കിലും അടുത്ത പ്രാവശ്യം അത് രണ്ടായിട്ട് മാറും. അതിനകത്തും അവർക്ക് കുറച്ച് മനസ്സിലാകത്തില്ലടൂ. ബോധമുള്ളവരല്ലേ എല്ലാവരും, അവർ തീർച്ചയായിട്ടും മാറ്റും. അതിനകത്ത് യാതൊരു സംശയമുണ്ട്. ഇപ്പൊ എംബ്രാൻ വരുന്ന പോലെ ഇരിക്കും. ലൂസിഫർ കണ്ട് പൊട്ടന്മാരായെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും എംബ്രാൻ പോയി കാണത്തില്ലെന്ന് അവർക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് വീണ്ടും ലൂസിഫർ ഇട്ട് ഓടിച്ച് പറ്റിച്ചേക്കാന്ന് ആദ്യം ലൂസിഫർ ഇറങ്ങുമെന്ന്. അപ്പൊ തന്നെ മനസ്സിലായില്ലേ കാര്യം എന്തുവാന്ന്. അത് മനസ്സിലാകാത്തവന്മാർ ആദ്യ ദിവസം പോയി കിടന്ന് വേളം വെക്കുകയും മറ്റേതായി 100 കോടി ക്ലബ്ബിൽ കയറി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് കരയുകയൊക്കെ ചെയ്യും. അതുപോലെ സുരേഷ് ഗോപി വലിയ സംഭവം ആകുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ഏതൊക്കെയോ ഗ്രൂപ്പുകളുടെ അടുത്ത് എന്തൊക്കെയോ കൊടുത്തിട്ട് എന്തോ തരാന്ന് പറയുകയോ അല്ലെ എന്തോ കൊണ്ട് നേരത്തെ കൊടുക്കുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സംഭവം നടന്നിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാവും, എല്ലാവർക്കും പിടികിട്ടും. സുരേഷ് ഗോപിയുടെ ക്വാളിറ്റി വെച്ചിട്ട് ഒന്നുമില്ല. എടുക്കും കൊടുക്കും മേടിക്കും എന്നൊക്കെ പറഞ്ഞ് 3-4 പ്രാവശ്യം പരാജയപ്പെട്ട ഒരുത്തിനെ പിടിച്ച് ഇപ്പൊ അങ്ങ് ജയിപ്പിക്കണമെന്ന് തോന്നുന്നത് തന്നെ താനൊന്ന് ചിന്തിച്ചു നോക്ക്. ഒരാള് നിരന്തരം പരാജയപ്പെടുവാണ്. 1 അല്ല 2 അല്ല 3 എന്നൊക്കെ പറയുന്ന പോലെ പരാജയപ്പെട്ടിരിക്കുന്ന ഒരുത്തിനെ പിടിച്ച് ജയിപ്പിക്കുമായിരുന്നു. സ്വാഭാവികമായിട്ട് സംഭവിക്കും. അത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് നടക്കുന്ന കാര്യമല്ല. അതൊരു ലോജിക്കലി നമുക്ക് അത്രയും ഒരു തരത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു വിജയം അല്ലേ. പിന്നെ അയാൾ പ്രത്യേകം എന്തെങ്കിലും ചെയ്യുന്ന ഇങ്ങനെ ഡെവലപ്പായിട്ട് അയാളുടെ എന്തെങ്കിലും കഴിവ് തെളിയിച്ച് അല്ല അടുത്ത പ്രാവശ്യം അതുപോലത്തെ എന്തെങ്കിലും ചെയ്തിരിക്കുന്നത്. അതിലും കൂടുതൽ വിട്ടിത്തങ്ങൾ ചെയ്തിട്ടേ ഉള്ളൂ. നന്മ വിട്ടിട്ടുണ്ട്. നല്ല ഇല്ല അവിടെ ഒത്തിരി അലമ്പ ഉണ്ടായേക്കുന്നത്. മറ്റേ ആളാവാൻ വരരുത്, ഇങ്ങനെയുള്ള കുറെ കച്ചറകൾ അവിടെ സംഭവിച്ച വേറെ കുറെ കാര്യങ്ങളുണ്ട്. ആളുകള് ഇയാൾക്ക് അനുകൂലമായി മീഡിയ തോന്നിപ്പിച്ചെന്നേ ഉള്ളൂ. കമന്റ് ബോക്സ് ഒക്കെ വായിക്കണോടോ. അത് വെച്ചിട്ട് പറയല്ല, അതിൽ കൂടുതൽ ആദ്യം വന്നിട്ടുണ്ട്. സംസാരിച്ച ആളുകൾ പോലും പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെയാണ്, അയാൾ അങ്ങനെ പിടിച്ചതല്ല എന്നൊക്കെ ഉള്ള പോലെ പറയുന്നത്. അല്ലെന്ന് ആളുകൾക്ക് അങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന്. അതിൽ കൂടുതൽ നന്മയും അതിൽ കൂടുതൽ ആരോഗ്യവും അതിൽ കൂടുതൽ എന്താ പറയുക പ്രചരണം എല്ലാ പരിപാടികളും ആദ്യം ഇവർ നടത്തി. അന്ന് സുരേഷ് ഗോപി ഇതിലും നല്ലവനാ. ഇത്രയും പോലും നെഗറ്റീവ് ഇല്ല സുരേഷ് ഗോപിക്ക്, അറിയോ? നന്മ പരിപാടിയാണ് സുരേഷ് ഗോപിയുടെ എങ്കിൽ ആദ്യത്തെ ഇലക്ഷൻ നിൽക്കുന്ന സമയത്ത് ഇത്രയും നന്മ മാത്രമേ ഉള്ളായിരുന്നു. ഈ ചീത്തപ്പേരൊന്നും ഇല്ല. പിന്നെ ഈ പൊട്ടത്തരം പറഞ്ഞ് കൂട്ടിയിട്ടില്ല. ആദ്യത്തെ പ്രാവശ്യം പൊട്ടത്തരവും വിഡിത്തരവും അലമ്പും കുറവാണ്. പക്ഷെ അന്ന് ഇയാളെ ആർക്കും വേണ്ട. രണ്ടാമത് വരുമ്പോ കളിയാക്കി എടുക്കും കൊടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോ തന്നെ അതും കഴിഞ്ഞ് പിന്നെയും വന്നപ്പോ എന്താ
പെട്ടെന്നൊരു മാറ്റം? ഇത്ര അലമ്പോട് നടന്നു, മനസ്സിലായി? പല തരത്തിലുള്ള വിട്ടിത്തരങ്ങൾ വിളിച്ചു പറഞ്ഞു പുള്ളി. ഇവര് PR വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഓൺലൈനിലൊക്കെ ഒരു ബോധം ഉണ്ടാക്കാൻ. അതായത് ബാക്കിയുള്ള കേരള വീഡിയോകളാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് PR വർക്ക്, ഇങ്ങനത്തെ കമന്റ്സും കുറെ പേരെ കൊണ്ട് പറയിക്കലും ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ കുറെ പേര് ശരിയാ തെറ്റിപ്പോയി പറയാൻ ചാൻസ് ഉണ്ട്. കാരണം ഏതാണെന്നറിയോ, ഒരു സിനിമയൊക്കെ ഹിറ്റാ, മോഹൻലാലാന്ന് പറയുമ്പോൾ തിരിച്ചു പറയാൻ മടിയുള്ള ടൈപ്പ് ആൾക്കാരില്ലേ, അവരിങ്ങനെ പറയും. പക്ഷെ എങ്കിൽ പോലും ഈ വോട്ട് ഇത്രയും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്രയും പരാജയപ്പെട്ട നെഗറ്റീവ്സ് കൂടി വന്നിട്ട് ഒരാളെ ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നടന്ന ഗെയിം വേറെ മാത്രം. അതൊരു നോർമൽ പരിപാടിയേ അല്ല. അതായത് പിന്നെ നാട്ടുകാരെ വെറുപ്പിക്കാൻ വേണ്ടി കുറെ പേര് വല്ലതും ചെയ്തിട്ടുണ്ടോന്ന് വരെ അറിയത്തില്ല. വളരെ കഷ്ടപ്പെട്ടാണ് ജയിപ്പിച്ചേക്കുന്നത്. നല്ല നടക്കുന്നൊന്നുമില്ല. ഇതിനെയൊക്കെ ആർക്കാ അറിയാത്തെ? താൻ എന്ത് വിചാരിച്ചേ ഈ തൃശ്ശൂരുള്ള മനുഷ്യർ മൊത്തം പൊട്ടന്മാരോ? അവർക്കൊന്നും അറിയാത്തോണ്ടൊന്നല്ല, ഇതേതോ ഗ്രൂപ്പുകൾ നിന്ന് പണിയെടുത്തത് കൊണ്ട് എന്തൊക്കെയോ ഓഫേഴ്സും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് എന്താ പറയുക വാഗ്ദാനങ്ങളൊക്കെയാണ്, മനസ്സിലായില്ലേ? ഈ വാഗ്ദാനവും അല്ല അതിന് മുമ്പ് എന്തെങ്കിലും സെറ്റിൽമെന്റ്സും കുറെ അഡ്ജസ്റ്റ്മെന്റ്സും ഒക്കെ കൂടെ കൂട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോഡക്റ്റാണ്. കേന്ദ്രമായിട്ടുള്ള പരിപാടിയായിരിക്കും. എന്ത് കേന്ദ്രം? ആർക്കറിയാം എന്തോ ചെയ്തത്? നമുക്ക് അതിനെപ്പറ്റി അറിയാത്തോണ്ട് ഡീറ്റെയിലായിട്ടല്ലേ പോയി ഇനി എവിടെ നിന്ന് പഠിക്കും? ഇമാരുടെ അടുത്ത് നിന്ന് പഠിക്കാൻ പറ്റൂ? കല്യാണത്തിനൊക്കെ വരുന്നുള്ളൂ. മോഡി കല്യാണത്തിന് വന്നെന്ന് കാണിച്ചു കൊടുത്തു. മകളുടെ കല്യാണം ആ സമയത്ത് നടത്തി. അവിടെ കിടന്ന് എന്തൊക്കെയോ വേല. അവിടെയും കുഴപ്പമുണ്ടായി. കല്യാണത്തിന്റെ സീനും വേർതിരിവ് കാണിച്ചു. ബാക്കി കല്യാണങ്ങളെല്ലാം മാറ്റി വെച്ച് അതിനെതിരെയൊക്കെ സംഭവം വന്നിട്ട് വല്ല മീഡിയക്കും കാശ് കൊടുത്താ മുക്കുന്നേ. ആരും മിണ്ടായിരിക്കുന്ന വെറുതെയാണ്. നമ്മൾ കുറച്ച് യൂട്യൂബർമാരൊക്കെ അല്ലേ എതിർത്ത് പറഞ്ഞുള്ളൂ. മീഡിയകളൊക്കെ കുറെയൊക്കെ ഒതുക്കിയും തട്ടിമുട്ടി അവിടെയൊക്കെ അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കുറെ സംസാരം ഉണ്ടാക്കി ഇയാളെ ഇങ്ങനെ ന്യൂസ് മേക്കറാക്കി നിർത്തിയല്ലോ. ന്യൂസ് മേക്കർ ആണല്ലോ ഇയാള്. അവിടെ എല്ലാം ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. ക്രൗൺ കൊണ്ട് വെച്ചിട്ട് അത് പറഞ്ഞു വീഴുന്നു, അത് വിച്ചളയാന്ന് പറയുന്നു. ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ നടക്കുമ്പോഴും ഇവരെല്ലാം ഇത് ചെയ്തിട്ട് എന്താ ചെയ്യുന്നത്? അത്രത്തോളം കാശ് ഫ്ലോയാ. ഇത് ഒതുങ്ങണ്ടേ? നല്ല ചെലവാ ഇയാൾ ഒപ്പിച്ച് വെച്ച എല്ലാം അങ്ങനത്തെ പരിപാടികൾ. അതെല്ലാം ഒതുക്കി അവിടെ ചെന്ന് ഇത് കാണിച്ച് ഇങ്ങനത്തെ കുറെ ഗിമ്മിങ്സ് ഒക്കെ കാണിച്ച് ചിലപ്പോൾ ഇനി മറവടിപ്പിക്കുന്നതാണോന്ന് അറിയത്തില്ല. എന്തോ ചെയ്തിട്ടാണേലും കൂടുതൽ നെഗറ്റീവാണ്. ആൾക്കാർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ബോധമുള്ള മനുഷ്യർക്കെല്ലാം നെഗറ്റീവായിട്ട് കണ്ട സാധനം ഏതോ ബോധമില്ലാത്ത ആൾക്കാരെല്ലാം കൂടി ജയിപ്പിച്ചുകൊണ്ട് വന്ന പോലെ അല്ലേ തോന്നുന്നുള്ളൂ. അല്ലാതെ എനിക്ക് അയാളെ ഒരു പോസിറ്റീവും കാണാൻ പറ്റിയില്ല. ആ സമയത്ത് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി എന്നിട്ട് കിളിക്ക് വെള്ളം കൊടുക്കുന്നു എന്നൊക്കെ പറയുക, എന്താ കുറെ പൊട്ടത്രയും കാണിച്ചിട്ടുണ്ട്. എന്നിട്ടും പുള്ളി ജയിക്കുന്നുണ്ട്. ഞാനവിടെ തോക്കുമായിരിക്കും, കാരണം സുരേഷ് ഗോപി ഈ പ്രാവശ്യം കൂടെ തോക്കുമെന്നേ വിചാരിക്കത്തുള്ളൂ. ആരാണല്ലോ അങ്ങനെ വിചാരിച്ചത്? വിചാരിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാൻ അങ്ങനെ വിചാരിച്ചായിരുന്നു. ഞാൻ അതും പറഞ്ഞൊരു വീഡിയോ കേട്ടു. മത്സരത്തിന് മുമ്പ് തോക്കാൻ പോകുന്ന കേരളത്തിലെ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് തോറ്റത് തന്നെയാ. പിന്നെ ഇത് എങ്ങനെ ഇത് കണക്ക് തെറ്റിച്ചെന്നുള്ളതാ പരിപാടിയാന്ന് മനസ്സിലാവും. അതാ പറഞ്ഞത്, ഇതിനകത്ത് കണക്ക് തെറ്റിക്കുക ചെയ്തേക്കാം. ആൾക്കാരുടെ കണക്ക് തെറ്റിച്ചിട്ടുണ്ട് എവിടെയോ. ഞാൻ പറഞ്ഞില്ലേ ഈ 30% കളിയാ. അതായത് മെജോറിറ്റി ആൾക്കാർക്ക് താല്പര്യം ഇല്ലെന്ന് ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? 32% വോട്ട് എന്താ കിട്ടിയിട്ടുള്ളൂ. ബാക്കിയായിട്ട് 10 വേറെ കൂട്ടരൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഇല്ലാത്തവരൊക്കെ വേണ്ടാതൊക്കെ കളഞ്ഞു കുറെ പേര്. എന്നിട്ട് ഇവിടെ ഇട്ടില്ല. അങ്ങനെയും കൂടെ സംഭവിച്ചിട്ടുണ്ട്. അതാണ് സുരേഷ് ഗോപി. അപ്പഴാ കാല് പിടിക്കാൻ ആയതുകൊണ്ട് കുഴപ്പമില്ല. വല്ല ഡോക്ടർമാരും വല്ലതും ആണേല്ലേ ഇതിനപ്പുറം പറയേണ്ടി വരും അല്ലേ? ശരിയല്ലേ? അത്രയും വിദ്യാഭ്യാസമൊക്കെ കിട്ടിയിട്ട് പിന്നെയും പോയി ഇവന്റെ കാല് പിടിച്ചെന്ന് പറഞ്ഞാൽ അവളെ പിന്നെ അവള് ആ ആശുപത്രി പോലും കയറാൻ പറ്റത്തില്ല. അങ്ങനെ കാല് പിടിക്കാനുള്ള ഡോക്ടർമാരുടെ കിട്ടാൻ അത്രേ എളുപ്പം പറയാൻ പറ്റത്തില്ലടോ. ചിലപ്പോ ഡോക്ടറാന്ന് പറഞ്ഞുകൊണ്ട് മെഡിസിൻ പാസ്സായത് കൊണ്ടുള്ള ചില ആൾക്കാരുണ്ടാവും. ചില പോയി പിടിക്കുമല്ലേ, പറയാൻ പറ്റത്തില്ലടോ. ചില ആൾക്കാർ കാണും ഈ മറ്റേ ISROയിലൊക്കെ മറ്റേ നാരങ്ങയാക്കുന്ന ടീമൊക്കെ വന്നാൽ ചിലപ്പോ പറയാൻ പറ്റില്ല സുരേഷ് ഗോപിയുടെ ആളാണ് വാങ്ങിയിരിക്കും. അവരെ ശ്രദ്ധിക്കണമെന്നേ ഉള്ളൂ. അവരെ അറിഞ്ഞു വെക്കുക, പിന്നെ അങ്ങോട്ട് പോകാതിരിക്കുക. അറിയാതെ പോലും കിടക്കുമ്പോൾ OTയിൽ ഇയാളെ കാണുന്നേ പറഞ്ഞ ഇയാൾ സ്ഥലത്ത് രക്ഷിക്കണേന്നൊക്കെ പറയണം. എല്ലാം ചിലപ്പോൾ കൊന്നുകളയും. കാരണം അവർക്ക് അവരുടെ ആ ബോധം എന്തോരം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ബോധമില്ലായ്മയാണല്ലോ കാലുപിടുത്തം. പിന്നെ അങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിൽ കൂടുതലാണ്. അതുകൊണ്ട് ഇവിടുത്തെ പലതും മോശമായി പോകുന്നുണ്ട്. ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ മോശമാകും, ഇവിടുത്തെ പ്രകൃതി മോശമാകും, വായുവും വെള്ളവും ഭക്ഷണവും ഒക്കെ മോശമാകും, സമാധാനം മോശമാകും. എല്ലാം മോശമാണല്ലോ. ആണ് ഓൾറെഡി ആണ്. പിന്നെ ഇവനായിട്ട് കൂടുതൽ ആക്കുന്നൊന്നുമില്ല. ഇവനെ കൊണ്ടൊന്നും പറ്റത്തില്ലെന്നേ ഉള്ളൂ. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വെറുതെ ഇത്തരം പരിപാടികൾ അവതരിപ്പിച്ച് നടക്കുക അല്ലാതെ ഇയാളെ കൊണ്ടൊന്നും വേറൊരു ചുക്കും നടക്കാൻ പോകുന്നില്ലെന്നുള്ളത് അയാൾ സംസാരിക്കുമ്പോഴും അയാൾ ഇടപെടുമ്പോഴും അയാൾ ഇടപെടുന്ന സ്ഥലങ്ങളും കണ്ടാൽ മനസ്സിലാക്കാൻ നേരത്തെ തന്നെ പറ്റും. സുരേഷ് ഗോപി എന്ന് കണ്ടോ
എന്ന് സുരേഷ് ഗോപി ഈ ഇന്റർവ്യൂ ഒരു മീഡിയയിൽ ഇന്റർവ്യൂ എടുത്തോ അന്ന് തൊട്ട് മനസ്സിലാക്കാൻ പറ്റി ഇയാളുടെ എങ്ങനെയുണ്ടെന്ന് എനിക്കെന്തോ പറയാമോ, അതികൂടൊന്നും ഇല്ല. ഈ സെപ്റ്റിക് ടാങ്കിനകത്തെ ഈ വയറിളക്കം പിടിച്ചവൻ കിടന്ന് ഓടുന്ന പോലെ ഉണ്ട്. മനസ്സിലായി, ഊറി ഓടുക. അതുപോലെ ഒരു പരിപാടിയായി ഇയാൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കറക്റ്റ്. മനസ്സിലായി, സെപ്റ്റിക് ടാങ്കിൽ വയറിളക്കം പിടിച്ചവൻ തൂറി എറിഞ്ഞ് ഓടുന്നു, അത്രേ ഉള്ളൂ. അതാ ഈ പരിപാടി, അതാണ് ഈ പരിപാടി. ശരിയാ. അപ്പൊ ഈ പരിപാടിക്ക് വേറൊന്നും പറയാൻ, നിറമുണ്ട്, തീട്ടത്തിന്റെ നിറമുണ്ട്. അപ്പൊ ശരി, ശരി എന്നാ.